1925 മദർ അന്ന ഡെങ്കൽ ഓസ്ട്രിയക്കാരിയായ ഒരു ഡോക്ടറായിരുന്നു. സ്കോട്ട്ലൻഡുകാരിയായ ഒരു പ്രോട്ടസ്റ്റന്റ് വനിത കത്തോലിക്ക സഭയിലേക്ക് വന്ന ആഗ്നസ് മക്ലാറിൻ്റെ ആദർശം സ്വീകരിച്ചുകൊണ്ട് കേരള കത്തോലിക്ക സഭയിലും ആഗോള കത്തോലിക്ക സഭയിലും ഹീലിംഗ് മിഷൻ എന്ന ഒരാശയം മുന്നോട്ട് കൊണ്ടുവന്നു. ഇത് മദറിനെ പ്രേരിപ്പിച്ചത് തീർച്ചയായും അന്ന് ഇന്ത്യയിൽ ഒരു വോളണ്ടറി വർക്കറായി ജോലി ചെയ്തപ്പോൾ സ്ത്രീകളുടെ പ്രത്യേകിച്ചും പ്രസവത്തിൻ്റെയും കുട്ടികളുടെയും പരിചരണത്തിൽ സിസ്റ്റേഴ്സ് ഇല്ല എന്ന് കണ്ടുകൊണ്ടാണ്. സിസ്റ്റേഴ്സിൻ്റെ ഒരു സഭയ്ക്കേ ഉള്ളൂ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി മദർ അമേരിക്കയിൽ ചെന്ന് വാഷിങ്ടൺ DC-യിൽ ഇത് ആരംഭിച്ചു. 4 വനിതകൾ മദറിനോടൊപ്പം ഡോക്ടേഴ്സും നേഴ്സസും ചേർന്നു. അങ്ങനെ പൂർണ്ണമായും മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുവാനുള്ള അനുവാദമില്ലാതിരുന്ന കത്തോലിക്ക സഭയിൽ 11-ാം പിയൂസ് മാർപ്പാപ്പയെ സമീപിച്ച് ഇതിന് അനുവാദം വാങ്ങിക്കൊണ്ട് മെഡിക്കൽ മിഷൻ സന്യാസ സഭ സ്ഥാപിച്ചു. 1944 ആ സഭയുടെ ഒരു ബ്രാഞ്ച് കേരളത്തിലും വന്നു. മാർ ജെയിംസ് കാളാശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ഈ സഭയെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഫാദർ പിണക്കാട്ടാണ്. അദ്ദേഹം ഭരണങ്ങാനം സ്വദേശിയായതുകൊണ്ട് ആദ്യത്തെ ഹോസ്പിറ്റൽ ഭരണങ്ങാനത്ത് തന്നെയാണ് സ്ഥാപിച്ചത്. ഇത് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചു. മോഡേൺ മെഡിസിൻ ഒരു ഹോസ്പിറ്റലിലൂടെ ജനങ്ങളിലെത്തിക്കുവാനൊരു കാരണമായി. അതിനു മുമ്പ് ജില്ലാ ആശുപത്രികളും ഡിസ്ട്രിക്റ്റ് ആശുപത്രികളും മാത്രമുള്ള ഈ കേരളത്തിൽ ജനങ്ങളുടെ ആരോഗ്യ പ്രവർത്തനത്തിന് വേണ്ടത്രതായ ഡോക്ടേഴ്സും നേഴ്സസും ഹോസ്പിറ്റൽസും ഇല്ലായിരുന്നു എന്നോർക്കണം. കോളറ, മലമ്പനി, വസൂരി, ക്ഷയം എന്നീ പ്രധാനപ്പെട്ട രോഗങ്ങൾ വിളയാടിക്കൊണ്ടിരുന്നു കേരളത്തിൽ. എന്നാൽ ഇവയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ പ്രൈവറ്റ് സെക്ടർ മുന്നോട്ട് വന്നത് മദറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മെഡിക്കൽ മിഷൻ സന്യാസ സമൂഹം മൂലമാണ്. 10 ഹോസ്പിറ്റൽസാണ് ഇന്ത്യയിലുടനീളം മദർ സ്ഥാപിക്കാൻ കാരണമായത്. അതിന് മദറിനെ സഹായിച്ചത് ആദ്യമായി കേരളത്തിൽ നിന്ന് തന്നെ 4 സ്ത്രീകൾ റാവൽപിണ്ടിയിൽ പോയി നഴ്സിംഗ് പഠിച്ച് വന്നതിന് ശേഷം ഫാദർ സെബാസ്റ്റ്യൻ പിണക്കാട്ടിൻ്റെ സഹായത്തോടുകൂടി മേരിഗിരി ആശുപത്രി ആരംഭിച്ചപ്പോഴാണ്. അതൊരു ജനകീയ ആശുപത്രിയാണ്. ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഹോസ്പിറ്റൽ ഇന്നും അതൊരു 100 ബെഡ് ഹോസ്പിറ്റലായി നിലകൊള്ളുന്നു. അവിടെ പ്രധാനമായിട്ടുള്ള എല്ലാ മേഖലകളും തുടങ്ങി ശിശു സംരക്ഷണത്തിനും അതുപോലെ പ്രസവത്തിനും സർജറിക്കും മെഡിസിനും ഉള്ള വിഭാഗങ്ങൾ അവിടെ തുടങ്ങി വെച്ചു. ബേസിക്കായിട്ടുള്ള ഹെൽത്ത് കെയറാണ് അധികവും ശ്രദ്ധിച്ചത്. അതുകൂടാതെ പൊതുജനാരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പബ്ലിക് ഹെൽത്തിൻ്റെ എല്ലാ വിഭാഗവും അവിടെ ആ കോട്ടയം ജില്ലയിലുള്ള എല്ലാ ഗ്രാമങ്ങളിലും എത്തിപ്പിടിച്ച് പബ്ലിക് ഹെൽത്ത് തുടങ്ങി. അങ്ങനെ പ്രതിരോധ കുത്തിവയ്പ്പ്, പോളിയോ, ഡിഫ്തീരിയ മുതലായ ക്ഷയരോഗം ഇവയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് കുട്ടികൾക്കും അതുപോലെ മറ്റുള്ളവർക്കും നൽകുവാൻ ഇത് കാരണമായി. അങ്ങനെ കേരള സഭയിൽ ആദ്യമായി ഒരു മിഷൻ പ്രവർത്തനം, ഹീലിംഗ് മിഷൻ ഉണ്ട് എന്ന് ആരംഭിച്ച ഈ ഒരു സംരംഭം മെഡിക്കൽ മിഷൻ സന്യാസ സമൂഹമാണ്. പിന്നീട് ചെത്തിപ്പുഴ 1953 സ്ഥാപിക്കുകയും ഏതാണ്ട് 70 വർഷം ഇന്ന് പൂർത്തിയാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ TRNTയുടെ ഭാഗമായി മുണ്ടക്കയത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലും ഈ സിസ്റ്റേഴ്സ് സേവനം അനുഷ്ഠിച്ചു. കൂടാതെ കോട്ടപ്പുറം രൂപതയിൽ തന്നെ AJM അതായത് അട്ടിപ്പേറ്റി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും ഡൽഹി ഹോളി ഫാമിലി, മണ്ടർ ഹോളി ഫാമിലി, കൊഡാർമ ഹോളി ഫാമിലി, പാറ്റ്ന ഹോളി ഫാമിലി, ബോംബെ ഹോളി ഫാമിലി എന്നീ ഹോസ്പിറ്റലും മെഡിക്കൽ മിഷൻ സന്യാസ സമൂഹം തുടങ്ങിയതും സേവനം ആരംഭിച്ചതുമാണ്. ഇത് വലിയ ഒരു സേവനമായിട്ടാണ് ഇന്ന് നമ്മൾ കാണേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, ഹീലിംഗ് മിഷൻ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ബേസ്ഡ് ഒരു കോർപ്പറേറ്റ് കെയർ അന്നുണ്ടായിരുന്നില്ല. ഈ കോർപ്പറേറ്റ് കെയർ ഇന്ന് വളരെയധികം പണം സമ്പാദനത്തിനായിട്ടും സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടും ആവശ്യമില്ലാത്ത മരുന്നുകളും ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻസും മറ്റ് പല വിധത്തിലുള്ള MRI തുടങ്ങിയ അനേകം പണം ചിലവഴിക്കുന്ന ഡയഗ്നോസ്റ്റിക് ടൂൾസും എല്ലാമായി ഒരു ബിസിനസ് ലോകമായി വ്യവസായീകരിക്കപ്പെട്ടുവെങ്കിലും മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ഇന്നും സാധാരണക്കാരുടെ ഹോസ്പിറ്റലുകൾ ആരും എത്തിപ്പിടിക്കാത്തടുത്ത് നടത്തുന്ന ഹെൽത്ത് ക്ലിനിക് ഇങ്ങനെയാണ് കൊണ്ടുപോവുക. ഇതിന്ന് നാഗാലാൻഡ്, മേഘാലയ, രാജബാല, ദിമപൂർ,
സുന്ദരി, അസാം എന്നീ മേഖലകളിലും ചെറിയ ചെറിയ ക്ലിനിക്കുകൾ സിസ്റ്റേഴ്സ് നടത്തുന്നു. കൂടാതെ മധ്യപ്രദേശും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഇന്ന് നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ ക്ലിനിക്കുകൾ നമ്മൾ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലും നമ്മളവരെ സ്ത്രീ ശാക്തീകരണവും കുട്ടികളുടെ വിദ്യാഭ്യാസവും വയോജന വിദ്യാഭ്യാസവും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യ പരിപാലനം, സംതൃപ്തിയിൽ വളരുവാനായിട്ടുള്ള ഡിഗ്നിറ്റി ഇതുണ്ടാക്കി കൊടുക്കുകയും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ എല്ലാ അവകാശങ്ങളും നേടിക്കൊടുക്കുവാൻ മുൻനിരയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ കൈപിടിക്കുകയും ചെയ്ത് വളർത്തിയ ഒരു സമൂഹമാണ്. അതോടൊപ്പം തന്നെ ഇന്നും സ്ത്രീകളുടെ ശാക്തീകരണത്തിന് HIV എയ്ഡ്സിനെതിരെ സിസ്റ്റർ ഡൊളോറസിനെ പോലെയുള്ളവർ, ഓൾട്ടർനേറ്റീവ് ഹെൽത്ത്, അതായത് മരുന്ന് കൂടാതെയുള്ള സമഗ്ര ചികിത്സ, സിസ്റ്റർ എലൈസ കുപ്പോഴയ്ക്കൽ, RCC തുടങ്ങിയ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ രൂപവൽക്കരിക്കുന്നതിലും അവിടെയുള്ള നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പരിപൂർണമായിട്ടും സെറ്റ് ചെയ്യുന്നതിനും മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സാണ് സഹായിച്ചിരിക്കുന്നത്. ചിറയൻകുഴിയിൽ തന്നെയും ഹെഡ് നഴ്സായിട്ടും മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കുടുംബ കോടതിയിലും ജൂവനൈൽ കോർട്ടിലും സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധമായ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൂടാതെ ഇന്നിൻ്റെ ഒരു ചലഞ്ചായ മദ്യം മയക്കുമരുന്നിനെതിരെ മുൻപന്തിയിൽ വന്ന് അവരെ ഇതിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ബോധവൽക്കരണവും ട്രീറ്റ്മെൻറ്റ് പരിപാടിയും ട്രെയിനിങ് പ്രോഗ്രാമും കൗൺസിലിങ്ങും തുടങ്ങിയത് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സാണ്. മാനസികാരോഗ്യ മേഖലയിലും സിസ്റ്റേഴ്സ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതുകൊണ്ട് പൈനിയേഴ്സ് തന്നെയാണ്. അതുപോലെ ഷർജാപുര റോഡിൽ കർണാടകത്തിൽ പട്ടുനൂൽപ്പക്കികളെ നോക്കുന്ന ജോലിക്കാർക്ക് വേണ്ടി ഒരു ഡി അഡിക്ഷൻ സെൻ്ററും, കൊളാർ ഗോൾഡ് ഫീൽഡ്സിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികൾക്കായിട്ട് പ്രത്യേക വിധത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകളും സിസ്റ്റർ ലില്ലി ചുങ്കപ്പുര വളരെ സുദീർഘമായ മേഖലയിൽ പ്രവർത്തിച്ച് സഹായിക്കുകയുണ്ടായി. ഇങ്ങനെ നോക്കുമ്പോൾ HIV എയ്ഡ്സിൻ്റെ മേഖലയിലും ഹീൽ ഇന്ത്യ എന്ന പേരിൽ 1981 തന്നെ സെക്സ് വർക്കേഴ്സിന് വേണ്ടി നമ്മൾ ഒരു പുനരധിവാസവും ബോധവൽക്കരണ പ്രക്രിയയും തുടങ്ങി. അട്ടപ്പാടിയിൽ ആദിവാസികളുടെ ഇടയിലും പ്രവർത്തിക്കുന്നു. അങ്ങനെ മറ്റ് മേഖലകളിലേക്ക് സിസ്റ്റേഴ്സ് ആദ്യമായി പ്രവർത്തിക്കുന്ന ഒരു ശൈലി നമ്മൾ കത്തോലിക്ക സഭയിൽ തുടങ്ങി വയ്ക്കുകയും ഇന്നും നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു നേതൃത്വ സ്വഭാവം നൽകുന്ന ഒരു വനിതാ സമൂഹമായി, അന്തർദേശീയ സന്യാസിനി സമൂഹമായി മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനം വളരെ സുത്യർഹമാണ്. ഇന്ന് അവർ ശതാബ്ദിയിലേക്ക് കാലുകുത്തുകയാണ്. 1925 തുടങ്ങിയ ഈ സഭയുടെ ശതാബ്ദി എന്ന് ഘോഷിക്കുമ്പോൾ നമ്മൾ ഇവരെ കൃതജ്ഞതയോടുകൂടി ഓർമ്മിക്കുകയാണ്. ഇവരിലൂടെ ദൈവം മനുഷ്യരാശിക്ക് നൽകിയ വലിയ ദാനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പരസ്പരം കൈകോർത്ത് പ്രവർത്തിക്കാം. അനേകം NGOസുമായി ചേർന്നും ഗവൺമെൻറ്റുമായിട്ട് ചേർന്നും ആരോഗ്യ മേഖലയിലും സ്ത്രീ ശാക്തീകരണ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ഇന്നും വളരെയധികം കാണപ്പെടുന്ന ഒരു മോഡൽ തന്നെയാണ്.